നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭഗവാന്റെ രൂപമൊക്കെ ലൈറ്റിൽ ശരിക്ക് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു പാനിപ്പൂരി കഴിക്കാനായിട്ടുള്ള പുറപ്പാടാണ്. ഇതാണ് പാനിപ്പൂരി, തട്ടുകട പോലെ കേട്ടോ. അപ്പോൾ അതിൽ ഇവിടെ പാനിപ്പൂരി ഉണ്ട്, പിന്നെ ചെന മസാലയുണ്ടല്ലോ, നമ്മുടെ കടലയൊക്കെ ബോയിൽ ചെയ്തിട്ടുണ്ടാക്കുന്നൊരു സംഭവം അതുണ്ട്. അപ്പം നമ്മൾ കഴിച്ചിട്ടുള്ളത് പാനിപ്പൂരിയാണ്. ഒരു പാനിപ്പൂരി ഒരു പ്ലേറ്റ് ഞങ്ങൾ അവിടെ വെച്ച് കഴിച്ചു. ഒരു പ്ലേറ്റ് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അത്ര സുഖം ഉണ്ടായില്ല, കാരണം അതൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പുള്ളിക്കാരൻ പ്ലേറ്റൊക്കെ എടുത്തിട്ട് പാനിപ്പൂരി ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ ഈ പാനിപ്പൂരി എന്ന് പറയുമ്പോൾ അതിൽ ചേർക്കുന്ന പാനി നമ്മൾ ഉണ്ടാക്കുന്ന സാധാരണ പാനി വെള്ളം പോലെയല്ലേ ഇരിക്കുക. ഇതങ്ങനെ വെള്ളം പോലെയല്ല, കുറച്ച് കൊഴുപ്പോട് കൂടിയിട്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. സാധാരണ നാട്ടിൽ ഇവിടെ എനിക്ക് അത്ര പാനിപ്പൂരി അത്ര ടേസ്റ്റിൽ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് അപാര ടേസ്റ്റായിരുന്നു. ഈ പാനിയിൽ എന്താണ് പുള്ളി ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അവിടെ ഈയലിൻ്റെ ശല്യം ഉണ്ടായിരുന്നു, നന്നായിട്ട് ഈയലുണ്ടായിരുന്നു. അപ്പോൾ വളരെ ശ്രദ്ധിച്ചായിരുന്നു നമ്മൾ നിന്നത്. അപ്പോൾ എന്തായാലും കവറൊക്കെ ഇരിക്കുന്നുണ്ട്, കുറച്ച് കാണാനായിട്ട് വീഡിയോ എടുക്കാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും കിട്ടിയതുപോലൊക്കെ ഞാൻ എടുത്തു. പിന്നെ വേറെ കുറച്ച് നമ്മൾ വീട്ടിൽ ഇടുന്നതിനേക്കാളും കുറച്ചുകൂടെയൊക്കെ കുറച്ച് മിക്സ്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഇടുന്നുണ്ട് അതിൽ. എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അത്ര സുഖം ഉണ്ടായില്ല, കാരണം ഒക്കെ തണുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചന മസാല അത് നമ്മൾ വാങ്ങിയില്ല. പിന്നെ ഇവിടെ ചേച്ചി ഇരുന്ന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ അരിയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഉത്സവപ്പറമ്പിലുള്ള ആ ഒരു ഫുഡ് അത് എല്ലാ വർഷവും ഞാൻ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി ഇങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഇതൊക്കെ വാങ്ങി നേരത്തെ ഭഗവാനെയൊക്കെ തൊഴുത് വന്നിട്ടാണ് ഞങ്ങൾ പാനിപ്പൂരിയൊക്കെ വാങ്ങിയത്. എല്ലാവർക്കും ഇഷ്ടമായി. നമ്മുടെ ക്ഷേത്രം ഇതായിരുന്നു. അപ്പം എല്ലാം ഭംഗിയായി നടന്നു. താങ്ക് യു.